നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ചെറിയ കാര്യമല്ല പറയുന്നത്, വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വസൗമു റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക. റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക. അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നവരെ മുസ്ലിം എന്ന് വിളിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഒരാരോഗ്യ പ്രശ്നവുമില്ല, മറ്റ് പ്രതിസന്ധികളില്ല, പ്രയാസങ്ങളില്ല. അല്ലാഹു നല്ല ആരോഗ്യം കൊടുത്തിട്ടുണ്ട്, നോമ്പ് പിടിക്കാനുള്ള സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, നോമ്പ് തുറക്കാനുള്ള ആഹാരം കൊടുത്തിട്ടുണ്ട്. എന്ന് വേണ്ട സകലമായ അനുഗ്രഹങ്ങളും അല്ലാഹു തആല നൽകിയിട്ട് പരിശുദ്ധ റമളാൻ മാസം എത്തുമ്പോൾ വർഷത്തിൽ ഒരേ ഒരു മാസം അല്ലാഹുവിന് വേണ്ടി ഇരിക്കുന്നു പട്ടിണി കിടക്ക്. ആ രൂപത്തിൽ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുവാൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കുമ്പോൾ അതിനൊരു വിലയും കൊടുക്കാതെ നടക്കുന്ന ചില ആളുകൾ നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ചിലപ്പോ നോമ്പ് പിടിക്കും, പേരിനൊരു നോമ്പുണ്ടായിരിക്കും. ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്ന പള്ളിയുടെ അടുത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനായ ഒരാളാണ്. ഓടിപ്പോയ ഒരു 25 വയസ്സ് വരും. ജിമ്മിലൊക്കെ പോകുന്ന ചെറുക്കനാണ്. ജിമ്മിലൊക്കെ പോകും. നല്ലൊരു യുവാവ്, നല്ല ആരോഗ്യമുള്ള നല്ല ശരീരമൊക്കെ ഉള്ളൊരു യുവാവ്. ആ യുവാവിനോട് ഞാൻ ചോദിച്ചു, റമളാൻ മാസമല്ലേ, നോമ്പൊക്കെ അല്ലേ, ശരീരത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി, ഞാൻ നോമ്പ് പിടിക്കാറില്ല, എന്റെ ശരീരം ക്ഷീണിച്ചു പോകും, അതുകൊണ്ട് ഞാൻ നോമ്പ് പിടിക്കാറില്ല. ഒരുപാട് വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ശരീരമാണ്, ഞാൻ നോമ്പ് പിടിക്കാറില്ല തങ്ങളെ എന്ന് എന്നോട് പറഞ്ഞ മറുപടി. സുബ്ഹാനല്ലാഹ്, നാം വളരെ ചിരിച്ചുകൊണ്ട് ലാഘവത്തോടുകൂടി പറയുന്നുണ്ട്, എങ്കിലും ആ കാര്യത്തിൽ ഒരു ഗൗരവം നിറഞ്ഞു കിടപ്പുണ്ട്. ആ യുവാവിന് അല്ലാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ ഒരാൾക്കും ഈ ഒരു ഗതി സംഭവിച്ചുകൂടാ, വന്നുകൂടാ. ചെറിയ കാര്യമല്ല, കാഫിറായി പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മറ്റൊന്നുമല്ല പറഞ്ഞത്. ഈ ഒരു ഹദീസ് വളരെയധികം ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മനസ്സിലാക്കാൻ ചില ആളുകളുണ്ട്. നോമ്പ് അഭിനയിച്ച് നടക്കുന്ന ചില ആളുകൾ വീട്ടിൽ വന്നാൽ നോമ്പായിരിക്കും, പക്ഷേ നാട്ടിലും നോമ്പായിരിക്കും. മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ആരോരും അറിയാതെ അവന്റെ വിശപ്പും ദാഹവും അവൻ തീർക്കുകയാണ്. അവരെല്ലാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലാഹുവിന്റെ കണ്ണുകൾക്ക് എത്തിപ്പെടാൻ സാധ്യമാകാത്ത, അല്ലാഹുവിന്റെ ഒരു ചലനങ്ങളുമില്ലാത്ത ഒരു സ്ഥലവും ഈ ഭൂലോകത്ത് ഒരു രാഷ്ട്രത്തിലോ ഒരു ജില്ലയിലോ ഒരു നാട്ടിലോ ഒരു വീട്ടിലോ എവിടെയും ഉണ്ടാവുകയില്ല. ഒരു മഹാനായ വ്യക്തിയോട് ഒരു മനുഷ്യൻ വന്നിട്ട് എനിക്ക് തെറ്റ് ചെയ്യാനുള്ള അനുവാദം വേണമെന്ന് ചോദിച്ചപ്പോൾ ആ മഹാൻ വളരെയധികം ലാഘവത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി, അല്ലാഹുവിനെ കാണാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ നീ അവിടെ പോയി തെറ്റ് ചെയ്ത ഒരു കുഴപ്പവുമില്ല. അങ്ങനൊരു സ്ഥലമുണ്ടോ? അങ്ങനൊരു സ്ഥലം ഈ പ്രപഞ്ചത്തിലില്ല. ആകാശത്താകട്ടെ ഭൂമിയിലാകട്ടെ അങ്ങനൊരു സ്ഥലവുമില്ല. അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട വിഷയമാണ് റമളാൻ മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. അതിലുപരി നമ്മുടെ 5 നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത്. ശഹാദത്ത് കലിമയുടെ കാര്യം പിന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങനൊരു വിശ്വാസമുള്ളവരായിരിക്കും. വിശ്വസിക്കാൻ നമുക്ക് എന്തില്ല, വലിയ ചെലവുമില്ല, ശരീരത്തിന്റെ പ്രയാസവും ഒന്നുമില്ല. 5 വഖ്ത് നിസ്കാരത്തിന്റെ കാര്യം നോക്കിയാൽ 5 നേരം പള്ളിയിൽ വരണം, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യണം, കുനിയണം, നിവരണം. ഇതൊക്കെ ഓർക്കുമ്പോ ചില ആളുകൾക്ക് വളരെ പ്രയാസമാണ്. ഇതാണ് സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു തആല പറഞ്ഞത്. നല്ല വെയിലുള്ള സമയത്ത് ഒരു മനുഷ്യൻ ആ വെയിലത്ത് നിന്നുകൊണ്ട് വളരെ വലിയ കഠിനമായ പാറകളെ പൊട്ടിച്ച് ജോലി ചെയ്യുന്നു. നല്ല വെയിലുള്ള സമയത്ത് വലിയ വലിയ കൂറ്റൻ പാറകളെ പൊട്ടിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, അവനേക്കാളും പ്രയാസമാണ് അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു 2, 3, 4 റക്അത്ത് നിസ്കരിക്കുവാൻ ചില ആളുകൾക്ക്. വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നതിനേക്കാളും പ്രയാസമുണ്ട് ചില ആളുകൾക്ക് പള്ളിയൊന്ന് നിസ്കരിക്കാൻ.
വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അതുപോലെ തന്നെ വളരെ